അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനവും സ്നേഹവും നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു തആല അവൻ ഇഷ്ടപ്പെടുന്നവൻ പൊരുത്തപ്പെടുന്ന രൂപത്തിലായി ഈ സദസ്സിനെ ഖബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. വീട്ടിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് ഈ മഹത്തായ മജ്ലിസ് കേട്ട് ഇരു കരങ്ങളും അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തിക്കൊണ്ട് ആമീൻ പറയുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. മാനസിക വിഷമങ്ങളുള്ളവർ, കുടുംബ പ്രശ്നങ്ങളുള്ളവർ, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർ, വീടില്ലാത്തവർ, കടങ്ങളുള്ളവർ, ഇങ്ങനെ പലയാതി പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. സർവശക്തനായ അല്ലാഹു എല്ലാവർക്കും പരിഹാരം ഈ പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് തന്നനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഥകൾ പറയുമ്പോൾ, റസൂലുള്ളാഹി തങ്ങളുടെ ചരിത്രങ്ങൾ പറയുമ്പോൾ, റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതം പറയുമ്പോൾ, അവിടുത്തെ ശരീരത്തിന്റെ കഥ പറയുമ്പോ, അവിടുത്തെ വസ്ത്രത്തിന്റെ കഥ പറയുമ്പോ, അവിടുത്തെ സ്വഹാബത്ത് മുത്തുനബിയോടുള്ള പ്രണയത്തിന്റെ കഥകൾ പറയുമ്പോൾ എവിടെ അവസാനിപ്പിക്കണമെന്ന് നമുക്കറിയില്ല. ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നടത്തവും ഇരുത്തവും പെരുമാറ്റവും സംസാരവും, അവിടുത്തെ ചിരിയും അവിടുത്തെ പെരുമാറ്റവും എല്ലാം പരിശുദ്ധമായ ദീനായിരുന്നു എന്നതാണ്. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമല്ലാതെ അവിടുന്ന് ചലിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എല്ലാം അവിടുത്തെ ദീനായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. റസൂലുള്ളാഹി തങ്ങളെ പ്രണയിച്ച് ഈ പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനാമിലൊന്ന് കാണാൻ നമുക്ക് കഴിയണം. ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വർത്തമാനം പറഞ്ഞ് മസ്ജിദുൻ നബവിയിലൂടെ നടന്നു നീങ്ങുന്ന ഒരു പാവപ്പെട്ട സാധുവായ ഫഖീറായ മനുഷ്യനായി നമ്മൾ മാറണ്ടയോ? ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സലാത്ത് എല്ലാം നാം ഉഷാറാണ്. ഹബീബിന്റെ നബിദിന പരിപാടിക്ക് നാം ഉറക്കൊടിയുന്നുണ്ട്. വർണ്ണക്കടലാസുകൾ കെട്ടാനും അതിനു വേണ്ടി ചെലവഴിക്കാനും സമ്പത്തുകളൊക്കെ ചെലവഴിക്കാനും നാം തയ്യാറാകുമ്പോൾ ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നെഞ്ചോട് ചേർക്കാൻ ആ ഹബീബിനെ കാണാതെ ഉറക്കു വരാത്ത സ്വഹാബത്ത്, ഹബീബിന്റെ ശബ്ദം കേൾക്കുമ്പോൾ മനസ്സമാധാനമുള്ള സ്വഹാബത്ത് റസൂലുള്ളാഹി തങ്ങളെ മുഖത്തേക്കൊന്ന് നോക്കിയിരുന്നാൽ അവിടുത്തെ സങ്കടങ്ങൾ ഒലിച്ചു പോകുന്ന സ്വഹാബ നാളാഖിറ ലോകത്ത് വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെയാ നമ്മൾ ഇഷ്കുണ്ടാവുക? ഏത് രൂപത്തിലാ നമ്മൾ ഇഷ്ക് പ്രകടിപ്പിക്കുക? ഒരു തടിമരം, ഈത്തപ്പന മരം അല്ലാഹുവിന്റെ ഹബീബിനെ ഓർത്തുകൊണ്ട് കരഞ്ഞ ചരിത്രമില്ലേ? എല്ലാ വെള്ളിയാഴ്ചയും അഷ്റഫുൽ ഖൽഖ് ത്വാഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചാരി നിൽക്കുന്ന ഒരു ഈത്തപ്പഴത്തടി ഒരു സമയത്ത് പുതിയ മിമ്പർ മസ്ജിദുൻ നബവിയിലേക്ക് വന്നപ്പോൾ ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുതിയതിലേക്കൊന്ന് മാറിയപ്പോൾ ആ പഴയ തപ്പന തടിയതാ പൊട്ടിക്കരയുന്നു. ഒരു കുട്ടിയെ പ്രകാരമാണോ തേങ്ങിക്കരയുന്നത്? അപ്രകാരം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് ത്വാഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം തട്ടി റസൂലുള്ളാഹി തങ്ങളെ നൂറാനിയത്ത് തട്ടി
റസൂലുള്ളാഹി തങ്ങളെ സാമീപ്യം ആഗ്രഹിച്ച് ഒരു ഈത്തപ്പന തടി പോലും പൊട്ടിക്കരഞ്ഞെങ്കിൽ അള്ളാന്റെ ഹബീബിനെ ചിന്തിച്ചെന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മൾ ഓർത്തിട്ടുണ്ടോ? റസൂലുള്ളാഹി തങ്ങളെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. അള്ളാന്റെ ഹബീബിനെ നമുക്കൊരിക്കലും മാറ്റി നിർത്താൻ കഴിയില്ല. നാളെ ഖബറിൽ റസൂലുള്ളാഹി തങ്ങൾ, ആഖിറ ലോകത്തിൽ മുത്തു നബി ഹൗലിൻ കരയിലും റസൂലുള്ളാഹി തങ്ങൾ, സിറാത്ത് പാലയിലും റസൂലുള്ളാഹി തങ്ങൾ, നരകത്തെ കാക്കുന്ന മലക്കുകളോടും ഉമ്മത്തിനെ കുറിച്ച് സങ്കടപ്പെട്ടുകൊണ്ട് കരയാൻ അള്ളാന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആഖിറ ലോകത്ത് സ്വർഗ്ഗത്തിൽ അള്ളാന്റെ ഹബീബ്, എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി തങ്ങൾ ഒരു തട്ട് കിട്ടിയാൽ നേരെ പുറകിൽ വരുന്നത് അബൂബക്കറിന് സിദ്ദീഖ് തങ്ങളെ തട്ട, നേരെ പുറകിൽ വരുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ തട്ട, നേരെ പുറകിൽ വരുന്നത് ഉസ്മാൻ തങ്ങളെ തട്ട, നേരെ പുറകിൽ വരുന്ന അലിയാർ തങ്ങളെ തട്ട. ഇവരൊക്കെ തട്ടി 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 സ്വർഗത്തിലേക്കൊന്നെത്താൻ അവിടെ ഹബീബിനെ കാണാൻ മാത്രമാണ്. സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നു, സ്വഹാബ, അല്ലാഹുവിന്റെ ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമ്മാനം എന്താണെന്ന് ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുമ്പോൾ സ്വഹാബത്ത് ഐക്യകണ്ഠേന പറയുന്നു, റസൂലുള്ളാഹി തങ്ങളെ സാമീപ്യമാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ടിരുന്നാൽ മതി, നാളെ ആഖിറ ലോകത്തും ദുനിയാവിലും അത് മതി ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും മാറാൻ, അത് മതി ഞങ്ങളുടെ സങ്കടങ്ങൾ തീരാൻ, സ്വർഗത്തിൽ ഒരുമിക്കാനുള്ള തൗഫീഖിന് വേണ്ടി സ്വഹാബത്ത് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് കരമുയർത്തിയിട്ട് ദുആ ചെയ്തെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദുആ ഇറക്കണം, അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ആ റസൂലുള്ളാഹി തങ്ങളുടെ പരിശുദ്ധമായിട്ടുള്ള റബീഉൽ അവ്വൽ മാസം നമുക്ക് മുതലാക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.